നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഓങ്ങല്ലൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച കൺവെൻഷൻ സെന്റർ ഉദ്ഘാടന സജ്ജമായി. വെള്ളിയാഴ്ച മന്ത്രി GR അനിൽ സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ച കൺവെൻഷൻ സെന്ററാണ് ഉദ്ഘാടന സജ്ജമായിരിക്കുന്നത്. മുൻ പഞ്ചായത്ത് ഭരണസമിതിയാണ് കൺവെൻഷൻ സെന്ററിനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടത്. ഗ്രാമപഞ്ചായത്തിന് 2007 ലഭിച്ച സ്പോർട്സ് ലോട്ടറി തുകയായ 2 കോടി രൂപ അടക്കം 3 കോടി രൂപ ചെലവഴിച്ചാണ് കൺവെൻഷൻ സെന്റർ യാഥാർത്ഥ്യമാക്കിയത്. കുറഞ്ഞ ചെലവിൽ പരിപാടികൾ നടത്തുവാൻ പ്രദേശവാസികൾക്ക് ഗുണകരമാവുന്ന തരത്തിലാണ് ഓഡിറ്റോറിയം നിർമ്മിച്ചിരിക്കുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ പട്ടാമ്പിയിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 500-ലധികം പേർക്ക് ഇരിക്കാനും 450-ലധികം പേർക്ക് ഭക്ഷണം കഴിക്കുവാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നാളെ വൈകുന്നേരം 4 മണിക്ക് മന്ത്രി GR അനിൽ കൺവെൻഷൻ സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. മുഹമ്മദ് മോസിൻ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. വിശാലമായ പാർക്കിംഗ് ഏരിയയും ഇവിടെ ഉണ്ട്. കൺവെൻഷൻ സെന്ററിൽ വെച്ച് പഞ്ചായത്തിന്റെ വികസന സദസ്സും സംഘടിപ്പിക്കുമെന്നും ഇവർ അറിയിച്ചു. പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ച പഞ്ചായത്ത് കൺവെൻഷൻ സെന്ററിന്റെ ഉദ്ഘാടനമാണ് നാളെ ഒക്ടോബർ 17-ാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് നടത്തുന്നത്. ബഹുമാനപ്പെട്ട പട്ടാമ്പി MLA മുഹമ്മദ് മോസിൻ അവരുടെ അധ്യക്ഷതയിൽ കേരള സംസ്ഥാന ഭക്ഷ്യ സിവിൽ സപ്ലൈ വകുപ്പ് മന്ത്രി GR അനിലാണ് ഉദ്ഘാടനം ചെയ്തത്. ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ പ്രധാന ചുവടുവെച്ചായി ഈ പദ്ധതിയുടെ ഉദ്ഘാടന വേളയിലേക്ക് എല്ലാ നാട്ടുകാരെയും സാദരം ക്ഷണിച്ചുകൊണ്ട് സ്വാഗതം ചെയ്യുന്നു. വാർത്താ സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് TP രജീഷ്, സ്ഥിരസമിതി അധ്യക്ഷന്മാരായ പ്രിയ പ്രശാന്ത്, പുഷ്പലത, ജലജ ശശികുമാർ എന്നിവരും ഇതേക്കുറിച്ച് വിശദീകരിച്ചു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ വലിയ ഒരു ചുവടുവയ്പ്, അതായത് കഴിഞ്ഞ ഭരണസമിതി തുടക്കം കുറിക്കുകയും ഒരു കൺവെൻഷൻ സെന്റർ ഓങ്ങല്ലൂർ സ്ഥാപിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി അതിന് ആരംഭ പ്രവർത്തനങ്ങൾ നടത്തുകയുണ്ടായി. അതിന് പ്രധാനമായി മുന്നേ അച്ചേട്ടന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി വാർനാകുറിശ്ശിയിൽ 2 ഏക്കറിലധികം സ്ഥലം കണ്ടെത്തുകയും അത് വില കൊടുത്ത് വാങ്ങി ആ ഒരു സ്ഥലത്ത് സ്പോർട്സ് ലോട്ടറി ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് ലഭ്യമായി 2 കോടി രൂപ ആ ഫണ്ട് മുതൽ മുടക്കി ആ ഫണ്ടിൽ ഉപയോഗിച്ചുകൊണ്ട് വാർനാകുറിശ്ശിയിൽ ഒരു ഓഡിറ്റോറിയം നിർമ്മിക്കുക എന്നാണ് ലക്ഷ്യമിട്ടത്. അതിന്റെ തുടക്കം കഴിഞ്ഞ ഭരണസമിതി കുറിക്കുകയും ഈ ഭരണസമിതി വന്നതിന് ശേഷം അതിലേക്ക് വേണ്ട റോഡും അനുബന്ധ പ്രവർത്തനങ്ങൾ, വാട്ടർ ടാങ്ക്, അതോടൊപ്പം കുടിവെള്ളവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, അടുക്കളയും അതോടൊപ്പം ഇലക്ട്രിഫിക്കേഷൻ, അവിടേക്ക് വേണ്ട ഫർണിച്ചറുകൾ, അങ്ങനെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കി ഏകദേശം 3 കോടിയോളം രൂപയാണ് ഇപ്പോൾ ചെലവഴിച്ചിട്ടുള്ളത്. കുലുക്കുല്ലൂർ ചുണ്ടമ്പറ്റ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടം വെള്ളിയാഴ്ച തുറന്നുകൊടുക്കും. മന്ത്രി GR അനിൽ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. കുലുക്കല്ലൂർ പഞ്ചായത്തിലെ ചുണ്ടമ്പറ്റ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച പുതിയ കെട്ടിടമാണ് നാളെ തുറന്നു കൊടുക്കുന്നത്. കിഫ്ബിയിൽ ഉൾപ്പെടുത്തി 3.90 കോടി രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. 3 നിലകളിലായാണ് കെട്ടിടം ഒരുക്കിയിരിക്കുന്നത്. സ്കൂളിലെ ഏറെക്കാലത്തെ ആവശ്യമായിരുന്നു സ്കൂളിന് പുതിയൊരു കെട്ടിടം വേണമെന്നത്. മുഹമ്മദ് മോസിൻ MLAയുടെ ഇടപെടലിനെ തുടർന്നാണ് ഇതിനാവശ്യമായ നടപടികൾ ആരംഭിച്ചത്. 2023 ഓഗസ്റ്റിലായിരുന്നു കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നത്. 12 ക്ലാസ് മുറികളും 9 ശൗചാലയങ്ങളും പുതിയ കെട്ടിടത്തിൽ സജ്ജമാക്കിയിട്ടുണ്ട്. 1979 ചുണ്ടമ്പറ്റ ഗവൺമെന്റ് ഹൈസ്കൂൾ ആരംഭിക്കുന്നത്. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി 1100ഓളം വിദ്യാർത്ഥികൾ ഇന്നിവിടെ പഠിക്കുന്നുണ്ട്. പാഠ്യേതര വിഷയങ്ങളിലും ഭൗതിക സൗകര്യങ്ങളുടെ കാര്യത്തിലും വലിയ മുന്നേറ്റമാണ് സ്കൂൾ നടപ്പാക്കി വരുന്നത്. നാളെ വൈകുന്നേരം 3 മണിക്ക് പൊതുവിതരണ ഭക്ഷ്യവകുപ്പ് മന്ത്രി GR അനിൽ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. മുഹമ്മദ് മോസിൻ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. വിശിഷ്ടാതിഥികളായി VK ശ്രീകണ്ഠൻ MP-യും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AK ബിനുമോളും പങ്കെടുക്കും. മറ്റു വിശിഷ്ട വ്യക്തികളും ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. കെട്ടിടോദ്ഘാടന ചടങ്ങിന്റെ എല്ലാ ഒരുക്കങ്ങളും സ്കൂളിൽ പൂർത്തിയായി. കപ്പൂർ കൂനമൂച്ചി പ്രദേശത്ത് തെരുവ് നായ്ക്കളുടെ വിളയാട്ടം. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി കടിയേറ്റത് 3 വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 6 പേർക്ക്. വിദ്യാർത്ഥികളായ നിഹാൽ, ആദിൽ എന്നിവർക്കാണ് ആദ്യം നായയുടെ ആക്രമണത്തിൽ കടിയേറ്റത്.
തുടർന്ന് പ്രദേശത്തെ സ്ഥാപനത്തിലേക്ക് ജോലിക്ക് പോവുകയായിരുന്ന 65 വയസ്സുള്ള തങ്കപ്പനും കടിയേറ്റു. കഴിഞ്ഞ ദിവസം ഉച്ചയോടെ 43 വയസ്സുള്ള ഷമീറയ്ക്കും നായയുടെ കടിയേറ്റു. പൊന്തക്കാടിനുള്ളിൽ മറിഞ്ഞിരിക്കുകയായിരുന്ന നായ അപ്രതീക്ഷിതമായി ഓടിയെത്തി ഇവരെ കടിക്കുകയായിരുന്നു. സമാന രീതിയിൽ പ്രദേശത്ത് മരുന്ന് വിതരണത്തിനായി വന്ന പള്ളിപ്പടി സ്വദേശി 45 വയസ്സുള്ള ശശിയുടെ കാലിനും കടിയേറ്റു. കടിയേറ്റവർ പട്ടാമ്പിയിലെയും ചാലുശ്ശേരിയിലെയും സർക്കാർ ആശുപത്രികളിൽ ചികിത്സയിലാണ്. ആളുകൾക്ക് തുടരെ തെരുവുനായയുടെ കടിയേറ്റതോടെ പ്രദേശത്തെ നാട്ടുകാരും പരിഭ്രാന്തിയിലാണ്. 3 ദിവസങ്ങളിലായി ചാത്തന്നൂരിൽ നടന്നുവന്ന പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയ്ക്ക് സമാപനമായി. ജില്ലാ പഞ്ചായത്ത് അംഗം കെ ബിനുമോൾ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ 12 ഉപജില്ലകളിൽ നിന്നായി 3000-ഓളം കായിക പ്രതിഭകളാണ് 3 ദിവസം നീണ്ടുനിന്ന മേളയിൽ പങ്കെടുത്തത്. സമാപന ദിനത്തിൽ ഷോട്ട്പുട്ട്, ജാവലിൻ ത്രോ, പോൾ വോൾട്ട് തുടങ്ങി വിവിധ ഇനങ്ങളിലെ ഫൈനൽ മത്സരങ്ങളാണ് പ്രധാനമായും നടന്നത്. വൈകിട്ട് നടന്ന കായികമേളയുടെ സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ എണ്ണത്തിന്റെ ഒരു കുറവ് മൂലമൊക്കെ കായിക അധ്യാപകരില്ലാത്ത സ്കൂളുകളിലും നല്ല കായിക ശേഷിയുള്ള അല്ലെങ്കിൽ വിവിധ ഇവന്റുകളിൽ പങ്കെടുക്കാൻ ശേഷിയുള്ള കുട്ടികൾ പല സ്കൂളുകളിലും ഉണ്ട്. പക്ഷേ അതിന് കൃത്യമായിട്ട് പരിശീലനം നൽകാത്തത് കൊണ്ട് തന്നെ അവർക്ക് ഏതാണ് അവരുടെ ഇവന്റ് എന്ന് തിരിച്ചറിയാൻ പറ്റാതിരിക്കുകയും അതുപോലെ തന്നെ വിവിധ മത്സരങ്ങളിൽ അവർക്ക് പങ്കെടുക്കാൻ പറ്റാതിരിക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ഇത്തവണ ജില്ലാ പഞ്ചായത്ത് കായിക പരിശീലകരുടെ നിയമനത്തിന് വേണ്ടി 50 ലക്ഷം രൂപ മാറ്റിവെക്കുകയുണ്ടായി. തിരുമിറ്റക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുഹറ അധ്യക്ഷയായി. പാലക്കാട് ഡയറ്റ് പ്രിൻസിപ്പൽ പി ശശിധരൻ സമ്മാനദാനം നിർവഹിച്ചു. CM മനോമോഹൻ, സിജു പി തോമസ്, രാജഗോപാലൻ, ശ്രീലത, നൌഷാദ് അലി തുടങ്ങിയവർ സംസാരിച്ചു. ചാത്തന്നൂരിൽ നടക്കുന്ന പാലക്കാട് ജില്ലാ കായികമേളയിൽ 38 മീറ്ററിന്റെ പുതിയ ദൂരം കുറിച്ച് പരുതൂർ സ്വദേശിനി അലീന അജയകുമാർ. ജൂനിയർ പെൺകുട്ടികളുടെ ഹാമർ ത്രോയിലാണ് അലീനയുടെ സ്വർണ്ണ നേട്ടം. PHSS പള്ളിപ്പുറത്തെ +1 കൊമേഴ്സ് വിദ്യാർത്ഥിനിയായ അലീന സംസ്ഥാന കായികമേളയിലും ജില്ലയിലെ സ്വർണ്ണ നേട്ടം ആവർത്തിക്കാനാണ് ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ തവണത്തെ സംസ്ഥാന മീറ്റിൽ വെള്ളി മെഡൽ കരസ്ഥമാക്കിയിരുന്നു. കഴിഞ്ഞ വർഷം ലക്നൌവിൽ നടന്ന ദേശീയ മീറ്റിലും അലീന അജയകുമാർ പങ്കെടുത്തിരുന്നു. കെ സൈനുദ്ദീനാണ് പരിശീലകൻ. പരേതനായ അജയകുമാറിന്റെയും സുനിതയുടെയും മകളായ അലീനയ്ക്ക് രാജ്യത്തിനു വേണ്ടി മെഡൽ കരസ്ഥമാക്കുകയാണ് ജീവിത ലക്ഷ്യം. പട്ടാമ്പി പള്ളിപ്പുറം പാതയിലെ പാലത്തറ ഗേറ്റിന് സമീപം കുടിവെള്ള പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴായി. വലിയ തോതിലാണ് വെള്ളം റോഡിലൂടെ പരന്നൊഴുകുന്നത്. പട്ടാമ്പി പള്ളിപ്പുറം പാതയിലെ പാലത്തറ ഗേറ്റിന് സമീപത്താണ് കുടിവെള്ള പൈപ്പ് പൊട്ടി കുടിവെള്ളം വലിയ തോതിൽ പാഴായത്. പരുതൂർ മുതുതല തിരുവേഗപ്പുറ സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ ട്രയൽ റണ്ണിനിടെയാണ് കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം വലിയ തോതിൽ പാഴായത്. രാവിലെ 8:30 മണിയോടെയായിരുന്നു സംഭവം. അരമണിക്കൂറോളം വെള്ളം പാഴായി. റോഡിലൂടെ വലിയ തോതിലാണ് വെള്ളം കുത്തിയൊലിച്ചു പോയത്. ഇത് വാഹനയാത്രക്കാർക്കും ദുരിതം സൃഷ്ടിച്ചു. അരമണിക്കൂറിന് ശേഷം ബന്ധപ്പെട്ടവരെത്തിയാണ് പ്രശ്നം പരിഹരിച്ചത്. വിളയൂർ പഞ്ചായത്തിലെ കുടിവെള്ള വിതരണം നിലച്ചത് അടിയന്തരമായി പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ സമരം സംഘടിപ്പിച്ചു. കൊപ്പം വിളയൂർ സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ വിളയൂർ പുഴ റോഡിലുള്ള പ്രധാന പൈപ്പ് ലൈനിന്റെ തകർച്ച പരിഹരിക്കാനായാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി ഇരു പഞ്ചായത്തുകളിലേക്കുമുള്ള കുടിവെള്ള വിതരണം നിർത്തിവെച്ചിട്ട്. ഒരാഴ്ചയോളം കുടിവെള്ള വിതരണം നിർത്തിവെക്കുമെന്ന് വാട്ടർ അതോറിറ്റി നേരത്തെ തന്നെ അറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാണെന്നും ഇതിന് പരിഹാരം കാണണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് മുസ്ലിം യൂത്ത് ലീഗ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. പകരം വെള്ളം നൽകാനായി അടിയന്തരമായി ചെയ്തു തീർക്കേണ്ട പ്രവർത്തനങ്ങൾ താമസിപ്പിക്കുന്ന പ്രവർത്തികൾ അംഗീകരിക്കാനാവില്ലെന്ന് യൂത്ത് ലീഗ് നേതാക്കൾ പറഞ്ഞു. ഈ കഴിഞ്ഞ ഒരാഴ്ച പഞ്ചായത്തിൽ ജലജീവൻ മിഷൻ പദ്ധതിയെ മാത്രം ആശ്രയിക്കുന്ന കുടുംബങ്ങൾ പ്രയാസപ്പെടുകയാണ്. ഒരു 14 ദിവസത്തേക്കുള്ള വെള്ളമൊക്കെ അവർ ശേഖരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് ശേഷമുള്ള ദിവസങ്ങളിൽ ഇപ്പോൾ ആളുകൾ പ്രയാസം അനുഭവപ്പെടുകയാണ്. ഈ ബദൽ സംവിധാനം ഉണ്ടാക്കുമെന്ന് പറഞ്ഞത് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ കൃത്യമായ മറുപടി അധികാരികളുടെ ഭാഗത്ത് നിന്ന് ഇല്ലാത്ത സാഹചര്യമാണ്. ഇപ്പോൾ സ്വന്തമായി വെള്ളം കണ്ടെത്താനും അതല്ലെങ്കിൽ നിലവിൽ
താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടുകളിൽ നിന്ന് മറ്റെങ്ങനെങ്കിലും മാറി താമസിക്കാനും ഒക്കെ ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിയന്തരമായി ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കണം. പൈപ്പ് ലൈനിൻ്റെ അറ്റകുറ്റപ്പണികൾ എന്നാണോ തീരുന്നത് അതിൻ്റെ തീരുന്ന മുറക്ക് വെള്ളം വിതരണം ചെയ്യട്ടെ. പക്ഷേ ബദൽ സംവിധാനം, കുടിവെള്ളം എന്ന് പറയുന്നത് എന്നെങ്കിലും എപ്പോഴെങ്കിലും ഉണ്ടാവേണ്ട ഒരു കാര്യമല്ല. അത് അടിയന്തരമായി ജനങ്ങളെ ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതുകൊണ്ട് അത് വേഗത്തിൽ ആളുകൾക്ക് കുടിവെള്ളം എത്തിക്കാനുള്ള സംവിധാനം പഞ്ചായത്ത് അധികൃതർ ഇടപെട്ടുകൊണ്ട് നടത്തണം എന്ന് പറയാനാണ് മുസ്ലിം യൂത്ത് ലീഗ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഈ ജലജീവൻ മിഷൻ പദ്ധതി നമ്മുടെ പഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന സമയത്ത് നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ, നാട്ടിലെ ഉൾഗ്രാമങ്ങളിലൊക്കെ ചെറിയ ഓരോ പ്രദേശങ്ങൾക്കനുസൃതമായ ചെറുകിട കുടിവെള്ള പദ്ധതികൾ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ഈ ജലജീവൻ മിഷൻ പദ്ധതിയുടെ പേര് പറഞ്ഞുകൊണ്ട് അത്തരം എല്ലാ ചെറുകിട കുടിവെള്ള പദ്ധതികളെയും നിർത്തുകയും അതൊക്കെ പ്രവർത്തനരഹിതമാക്കുകയും ചെയ്തതിന് ശേഷമാണ് ഇത് പ്രവർത്തിച്ചത്. തുടർന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുമായി ചർച്ച നടത്തുകയും ചെയ്തു. സമരത്തിന് പട്ടാമ്പി മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് ഇസ്മയിൽ വെളിയൂർ, യൂത്ത് ലീഗ് പ്രസിഡന്റ് ഷാഫി മരമംഗലം, ഷെഫീഖ് കൊളക്കാട്ടിൽ, SP റിയാസ്, TP ഷാഫി, സിദ്ദീഖ്, ഇർഫാൻ, ഷർഫുദ്ദീൻ, നാഫിഖ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ലോക ഭക്ഷ്യദിനാചരണത്തിന്റെ ഭാഗമായി മേഴത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രീ പ്രൈമറി വിഭാഗം കുട്ടികൾ ഫുഡ് ഫെസ്റ്റ് നടത്തി. പ്രധാനാധ്യാപകൻ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പാൾ ഷെൽജ, PTA എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.